ഒന്നാം ടി20യിൽ ഇംഗ്ലണ്ടിനെ 7 വിക്കറ്റിന് തകർത്ത് ടീം ഇന്ത്യ വൻ വിജയം കൊയ്തിരിക്കുകയാണ്. കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡൻസിൽ നടന്ന മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ഇംഗ്ലണ്ട് 132 റൺസിന് ഓൾ ഔട്ട് ആയപ്പോൾ ഇന്ത്യ വെറും 12.5 ഓവറുകളിൽ വിജയലക്ഷ്യം മറികടക്കുകയായിരുന്നു. 34 പന്തിൽ 79 റൺസ് എടുത്ത അഭിഷേക് ശർമ്മയുടെ വെടിക്കെട്ടാണ് ഇന്ത്യൻ വിജയം ഇത്ര അനായാസമാക്കിയത്. സഞ്ജു സാംസൺ 26 റൺസ് എടുത്തു. ഈ ജയത്തോടെ 5 മത്സര പരമ്പരയിൽ ഇന്ത്യ 1-0 ലീഡ് എടുത്തു കഴിഞ്ഞു. ശനിയാഴ്ച ചെന്നൈയിൽ രണ്ടാം ടി20 നടക്കും. സഞ്ജു സാംസന്റെ കരിയർ മാറിമറിഞ്ഞ വർഷമായിരുന്നു 2024. ടി20യിൽ ഇന്ത്യക്കായി 3 സെഞ്ചുറികൾ നേടിയതോടെ ദേശീയ ടീമിന്റെ ഓപ്പണിംഗിലും സ്ഥാനമുറപ്പിക്കാൻ അദ്ദേഹത്തിനായി. ഇംഗ്ലണ്ടിനെതിരായ ടി20 പരമ്പരയിലും ഇന്ത്യൻ ടീമിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട സഞ്ജു ആദ്യ ടി20യിൽ ഒരു ഓൾറൗണ്ട് പ്രകടനവുമായിട്ടാണ് തിളങ്ങിയത്. വിക്കറ്റിന് പിന്നിൽ മികച്ച പ്രകടനമാണ് സഞ്ജു കാഴ്ചവെച്ചത്. ആദ്യ ഓവറിൽ അർഷ്ദീപ് സിംഗിന്റെ പന്തിൽ ഫിൽ സാൾട്ടിനെ ക്യാച്ചെടുത്ത് പുറത്താക്കിയ സഞ്ജു പിന്നീട് ഒരു കിടിലൻ സ്റ്റംപിംഗും നടത്തി. അക്സർ പട്ടേലിന്റെ പന്തിൽ ഗസ് അറ്റ്കിൻസണെയാണ് ഒരു അതിവേഗ സ്റ്റംപിങ്ങിലൂടെ സഞ്ജു പുറത്തേക്ക് പറഞ്ഞയച്ചത്. ഇതിനു പിന്നാലെ ഇംഗ്ലണ്ട് ഇന്നിംഗ്സിന്റെ അവസാന പന്തിൽ മാർക്ക് വുഡിനെ വിക്കറ്റിന് പിന്നിൽ നിന്നുള്ള ഒരു ഡയറക്റ്റ് ത്രോയിലൂടെ സഞ്ജു റണ്ണൌട്ട് ആക്കുകയും ചെയ്തു. അങ്ങനെ കീപ്പർ എന്ന നിലയിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ ഈ കളിയിൽ സഞ്ജുവിനായി. വിക്കറ്റിന് പിന്നിൽ നിന്ന് ഫീൽഡ് ഒരുക്കാൻ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിനെ സഞ്ജു സഹായിക്കുന്നതും മത്സരത്തിൽ പലതവണ കണ്ടു. അങ്ങനെ മൈതാനത്ത് എല്ലാം കൊണ്ടും സഞ്ജു കളം നിറഞ്ഞു. ഇന്ത്യക്കായി കളിച്ച അവസാന 5 ടി20 മത്സരങ്ങളിൽ 3 സെഞ്ചുറികൾ നേടിയതിന്റെ ആത്മവിശ്വാസവുമായിട്ടാണ് സഞ്ജു പിന്നീട് ബാറ്റിംഗിനിറങ്ങിയത്. ജോഫ്ര ആർച്ചർ എറിഞ്ഞ ആദ്യ ഓവറിൽ 1 റൺ മാത്രമാണ് സഞ്ജുവിന് നേടാനായത്. എന്നാൽ അടുത്ത ഓവറിൽ സഞ്ജു കത്തിക്കയറി. ഗസ് അറ്റ്കിൻസൺ സഞ്ജുവിന്റെ ബാറ്റിന്റെ ചൂട് ശരിക്കും അറിഞ്ഞു. ആദ്യ പന്തിൽ 4 അടിച്ച സഞ്ജു രണ്ടാം പന്തിലും ഇത് തുടർന്നു. 3-ാം പന്ത് ഡോട്ടായി. 4-ാം പന്ത് കവറിന് മുകളിലൂടെ മനോഹരമായ ഒരു സിക്സർ ആയിരുന്നു. ശേഷിക്കുന്ന 2 പന്തുകളിലും 4കൾ നേടിയ സഞ്ജു 22 റൺസാണ് ഈ ഒറ്റ ഓവറിൽ അടിച്ചെടുത്തത്. ഈ ഓവറിൽ കളിയുടെ മൊമെന്റം ഇന്ത്യയുടെ കൈകളിലായി. ഇതിനുശേഷം കാര്യമായി റൺസ് നേടാൻ സാധിക്കാതിരുന്ന സഞ്ജു 20 പന്തിൽ 26 റൺസുമായി പുറത്തായി. എന്നാൽ അറ്റ്കിൻസണിന്റെ ഒറ്റ ഓവറിൽ സഞ്ജു നടത്തിയ ബാറ്റിംഗ് വിസ്ഫോടനം ക്രിക്കറ്റ് ലോകത്ത് വൈറലായി. ഈ ഓവറിലെ സഞ്ജുവിന്റെ ബാറ്റിംഗ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ആരാധകർ ആഘോഷമാക്കുകയും ചെയ്തു. കീപ്പിംഗിലും ബാറ്റിംഗിലും ഫീൽഡ് പ്ലേസ്മെന്റുകളിലുമെല്ലാം സഞ്ജു മികച്ച ഇടപെടലുകൾ നടത്തിയ ഒരു മത്സരം തന്നെയായിരുന്നു ഇംഗ്ലണ്ടിനെതിരായ ഒന്നാം ടി20. സ്കോർ 109 നിൽക്കെ ബട്ട്ലറിന്റെയും വിക്കറ്റ് ഇംഗ്ലണ്ടിന് നഷ്ടമായതോടെയാണ് കളി തന്നെ നഷ്ടമായത്. 44 പന്തുകളിൽ 8 ബൗണ്ടറിയും 2 സിക്സറുകളും അടക്കം 68 റൺസായിരുന്നു ഇംഗ്ലണ്ട് നായകന്റെ സമ്പാദ്യം. ബട്ട്ലർ പുറത്തായതോടെ മികച്ച സ്കോർ എന്ന ഇംഗ്ലണ്ട് സ്വപ്നം അവസാനിക്കുകയായിരുന്നു. 20 ഓവറുകളിൽ 132 റൺസാണ് നേടിയത്. ഇന്ത്യക്ക് വേണ്ടി വരുൺ ചക്രവർത്തി 3 വിക്കറ്റുകൾ നേടിയപ്പോൾ അർഷ്ദീപ് സിംഗ്, ഹർദിക് പാണ്ഡ്യ, അക്സർ പട്ടേൽ എന്നിവർ 2 വിക്കറ്റുകൾ വീതം സ്വന്തമാക്കി.